എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീൽ ബെയറിംഗ് സർവീസ്, ടയറിൻ്റെ അസാധാരണമായ തേയ്മാനം, വീൽ വോബ്ലിംഗ്, പുവർ സെൽഫ് സെൻറ്ററിംഗ്, ഹാൻഡ് സ്റ്റിയറിംഗ്, വാഹനം ഒരു വശത്തേക്ക് വലിക്കൽ എന്നിവയ്ക്കുള്ള കാരണം, പരിഹാരം, ട്രബിൾ ഷൂട്ടിംഗ് എന്നിവ ചെയ്യും. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഫ്രണ്ട് വീൽ ബെയറിംഗ് നീക്കം ചെയ്യുക, ബെയറിങ്ങുകൾ വൃത്തിയായി പരിശോധിക്കുക, ഫ്രണ്ട് വീൽ ബെയറിംഗ് പ്ലേ അസംബിളും സെറ്റും ചെയ്യുക, ടയറിൻ്റെ അസാധാരണമായ കേടുപാടുകൾ പരിഹരിക്കുക, വീൽ വോബ്ലിംഗ് പരിഹരിക്കുക, മോഷൻ സെൽഫ് സെൻറ്ററിംഗ് പരിഹരിക്കുക, ഹാർഡ് സ്റ്റിയറിംഗ് ശരിയാക്കുക, വാഹനം ഒരു വശത്തേക്ക് വലിക്കുന്നത് ശരിയാക്കുക എന്നിവ ചെയ്യാൻ കഴിയും. ഇത് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, ജാക്ക് ഒരെണ്ണം, വുഡ് ബ്ലാങ്ക് 2 എണ്ണം, വീൽ സ്പാനർ ഒരെണ്ണം, ചുറ്റിക ഒരെണ്ണം, ബെയറിംഗ് പുള്ളർ ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, ഓടുന്ന അവസ്ഥയിലുള്ള വാഹനം 1, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, ഗ്രീസ് ആവശ്യത്തിന്, മണ്ണെണ്ണ ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, സ്പ്ലിറ്റ് പിൻ ആവശ്യാനുസരണം, വാഷർ ആവശ്യാനുസരണം, ടാപ്പർ റോളർ ബെയറിംഗ് ആവശ്യാനുസരണം. ഫ്രണ്ട് വീൽ നീക്കം ചെയ്യൽ. വീൽസ് ചോക്ക് ചെയ്യുക, ഫ്രെയിം ജാക്കപ്പ് ചെയ്യുക, സ്ക്രൂ ജാക്ക് ഉപയോഗിച്ച് ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യുക, വാഹനത്തിൽ നിന്ന് വീൽ നീക്കം ചെയ്യുക, ഡിസ്ക് ബ്രേക്ക് സിസ്റ്റത്തിൽ ബ്രേക്ക് കാലിപ്പർ നീക്കം ചെയ്യുക, റോട്ടർ ഹബുമായി അവിഭാജ്യമാണെങ്കിൽ അത് നീക്കം ചെയ്യുക, സ്പിൻഡിൽ നട്ടിൽ നിന്ന് കോട്ടർ കീ നീക്കം ചെയ്യുക, സ്പിൻഡിൽ നട്ട്, വാഷർ എന്നിവ നീക്കം ചെയ്യുക, ഹബ് അസംബ്ലി നീക്കം ചെയ്യുക, ഹബിൽ നിന്ന് ഔട്ടർ ബെയറിംഗ് നീക്കം ചെയ്യുക, ഇന്നർ ഹബിൽ നിന്ന് ഓയിൽ സീൽ നീക്കം ചെയ്ത് ഉപേക്ഷിക്കുക, ഹബിൽ നിന്ന് ഇന്നർ ബെയറിംഗ് നീക്കം ചെയ്യുക. വൃത്തിയാക്കലും പരിശോധനയും. ബെയറിംഗ് നന്നായി വൃത്തിയാക്കുക. ബെയറിംഗിൽ വെയറോ ഡാമേജോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബെയറിംഗ് ഔട്ടർ റേസും ഹബ് ഇൻറ്റീരിയറും വൃത്തിയാക്കുക. റേസിൽ വെയറും ഡാമേജും പരിശോധിക്കുക. ഇന്നർ ആൻഡ് ഔട്ടർ റേസിൽ എന്തെങ്കിലും കേടുപാടുകൾ കണ്ടെത്തിയാൽ അത് മാറ്റണം. വീൽ ബെയറിംഗ് പ്ലേ അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്യുക. ഹബ് ക്യാവിറ്റിയിൽ ചെറിയ അളവിൽ ഗ്രീസ് പാക്ക് ചെയ്യുക. ബെയറിങ്ങുകൾ കൈകൊണ്ട് ഗ്രീസ് ചെയ്യുക. ഇന്നർ ബെയറിംഗ് ഹബിൽ സ്ഥാപിച്ച് ന്യൂ ഓയിൽ സീൽ ഇൻസ്റ്റാൾ ചെയ്യുക. സ്പിൻഡിൽ വൃത്തിയാക്കുക. സ്പിൻഡിലിൽ റീഇൻസ്റ്റാൾ ചെയ്യുക. ഔട്ടർ ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക. വാഷറും സ്പിൻഡിലും നട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ബെയറിംഗ് അല്ലെങ്കിൽ പ്ലേ ക്രമീകരിക്കുക. ന്യൂ കോട്ടർ പിൻ ഇൻസ്റ്റാൾ ചെയ്യുക. റോട്ടർ റീഇൻസ്റ്റാൾ ചെയ്യുക. കാലിപ്പർ റീഇൻസ്റ്റാൾ ചെയ്യുക. വീൽ റീഇൻസ്റ്റാൾ ചെയ്യുക. വീൽ റൊട്ടേറ്റ് ചെയ്ത് വീൽ ബെയറിംഗ് ഫ്രീ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സാധ്യമായ പിഴവുകൾ, അതുണ്ടാവാനുള്ള കാരണങ്ങൾ, സാധ്യമായ പരിഹാരങ്ങൾ എന്നിവ നമുക്ക് നോക്കാം. ടയറിൻ്റെ അസാധാരണമായ തേയ്മാനം, കുറഞ്ഞ എയർ പ്രഷർ, അനുചിതമായ ടോ ഇൻ ആൻഡ് ടോ ഔട്ട് എന്നിവ മൂലമാകാം. വീൽ ബെയറിംഗ്, കിങ് പിൻ ബുഷ്, ടൈ റോഡ് പ്ലേ അല്ലെങ്കിൽ ബ്രേക്കുകൾ എന്നിവ അസന്തുലിതമായ സസ്പെൻഷന് കാരണമാകാം. ശരിയായ എയർ പ്രഷർ നിലനിർത്തുക. ടോ ഇൻ ആൻഡ് ടോ ഔട്ട് ക്രമീകരിക്കുക. ബെയറിംഗ് അല്ലെങ്കിൽ ബുഷ് മാറ്റി സ്ഥാപിക്കുക. ബ്രേക്കുകൾ ശരിയായി ക്രമീകരിക്കുക അല്ലെങ്കിൽ കേടായ സസ്പെൻഷൻ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കുക എന്നിവയാണ് ഇതിനുള്ള പ്രതിവിധി.
അയഞ്ഞ വീൽ ബട്ടുകൾ അല്ലെങ്കിൽ വീൽ ബെയറിംഗ് അല്ലെങ്കിൽ കിങ് പിൻ തകരാറിലായാൽ അനുചിതമായ എയർ പ്രഷർ അല്ലെങ്കിൽ ടൈ റോഡിന്റെ അയഞ്ഞ ഘടിപ്പിക്കൽ എന്നിവ കാരണം വീൽ വോബ്ലിംഗ് ഉണ്ടാകാം. ഇതിനുള്ള പ്രതിവിധി നട്ടുകളും ഫിറ്റിങ്ങുകളും മുറുക്കി ബെയറിംഗ് അല്ലെങ്കിൽ കിങ് പിൻ മാറ്റി ശരിയായ എയർ പ്രഷർ നിലനിർത്തുക എന്നതാണ്. തെറ്റായ ലിങ്കേജ് അഡ്ജസ്റ്റ്മെന്റ്, ടയർ പ്രഷർ, വീൽ അലൈൻമെന്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ആമിന്റെ അനുചിതമായ പൊസിഷൻ, അധിക സ്റ്റിയറിംഗ് വീൽ പ്രീലോഡ് എന്നിവ കാരണം മോശം സെൽഫ് കാൻറ്ററിംഗ് സംഭവിക്കാം. സ്റ്റിയറിംഗ് ലിങ്കേജ്, വീൽ അലൈൻമെന്റ്, പ്രീലോഡ് എന്നിവ ക്രമീകരിക്കുക. ഉചിതമായ ടയർ പ്രഷർ നിലനിർത്തുക. പാർട്സ് ശരിയായ സ്ഥാനത്താണെന്ന് ഉറപ്പാക്കാൻ നീക്കം ചെയ്യുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രതിവിധി. ലോ ടയർ പ്രഷർ ടയറിന്റെ അനുചിതമായ വലിപ്പം, ഡ്രൈ കിങ് പിൻ ബെയറിംഗ് അല്ലെങ്കിൽ ആക്സിൽ ബീമിലെ വളവ് എന്നിവ ഹാർഡ് സ്റ്റിയറിംഗിന് കാരണമാകാം. ശരിയായ എയർ പ്രഷർ നിലനിർത്തുക, ശരിയായ സൈഡ് ടയർ ഉപയോഗിക്കുക, ബെയറിംഗ് ലൂബ്രിക്കേറ്റ് ചെയ്യുക, ആക്സിൽ ബീം നേരെയാക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക എന്നിവയാണ് പ്രതിവിധി. വാഹനം ഒരു വശത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഒരു വശത്ത് കുറഞ്ഞ ടയർ പ്രഷർ, ടയറിന്റെ അനുചിതമായ വലിപ്പം അല്ലെങ്കിൽ തെറ്റായ ബ്രേക്ക് അഡ്ജസ്റ്റ്മെന്റ്, തകർന്ന ഫ്രണ്ട് റോഡ് സ്പ്രിംഗ്, സെന്റർ ബോൾട്ട് അല്ലെങ്കിൽ അസ്വസ്ഥമായ ഫ്രണ്ട് വീൽ അലൈൻമെന്റ് എന്നിവ കാരണം ഇത് സംഭവിക്കാം. ശരിയായ പ്രഷർ നിലനിർത്തുക, ടയർ അല്ലെങ്കിൽ സെന്റർ ബോൾട്ട് മാറ്റിസ്ഥാപിക്കുക, ബ്രേക്കുകൾ ക്രമീകരിക്കുക, ഫ്രണ്ട് വീൽ അലൈൻമെന്റ് ക്രമീകരിക്കുക എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ പരിഹരിക്കുവാൻ കഴിയും. ഈ വീഡിയോയിൽ ഫ്രണ്ട് വീൽ ബെയറിംഗ് നീക്കം ചെയ്യുക, ബെയറിങ്ങുകൾ വൃത്തിയായി പരിശോധിക്കുക, ഫ്രണ്ട് വീൽ ബെയറിംഗ് പ്ലേ ക്രമീകരിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുക, ടയറിന്റെ അസാധാരണമായ കേടുപാടുകൾ പരിഹരിക്കുക, വീൽ വോബ്ലിംഗ് പരിഹരിക്കുക, മോശം സെൽഫ് സെൻറ്ററിംഗ് പരിഹരിക്കുക, ഹാർഡ് സ്റ്റിയറിംഗ് ശരിയാക്കുക, വാഹനം ഒരു വശത്തേക്ക് വലിക്കുന്നത് ശരിയാക്കുക എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.